എവ്രിവൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഹിസ്റ്ററിക്കാരുടെ 4th സെമസ്റ്ററിലെ കോർ കോഴ്സായിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി 2ലുള്ള മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഇൻ്റർപ്രറ്റിംഗ് ഏർലി മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്താണെന്നുള്ളത് അല്ലേ. ഇന്ത്യൻ ഹിസ്റ്ററി 1 പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ ഓരോ ടൈം പീരീഡിനെ കുറിച്ചിട്ടും അവിടുത്തെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെഡീവൽ ഇന്ത്യയിലെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാം ഗുപ്ത എംപയറിൻ്റെ ഒരു ഡിക്ലൈനും അതുപോലെ അതായത് ഒരു 6th സെഞ്ച്വറി CEൻ്റെ ടൈമിലും അതിനുശേഷം ഒരു മോഡേൺ പീരീഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടിയിട്ടും ഇപ്പോൾ മുഗൾ എംപയർ വരെയുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, മെഡീവൽ പീരീഡ് എന്ന് പറയാം. ഈ ഏർലി മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു 40 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എക്സിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമായിരുന്നു. അതുപോലെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ്, ലാംഗ്വേജ്, റൈറ്റിംഗ് സിസ്റ്റംസ്, റിലീജിയൻസ്, അതുപോലെ തന്നെ ബുദ്ധിസം ഒക്കെ തന്നെ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു ഏർലി മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ നളന്ദ മഹാവിഹാര അതുപോലെ തന്നെ ബീഹാറിലുണ്ടായിരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഗ്ലോബൽ സ്കോളർഷിപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് ഏർലി മെഡീവൽ പീരീഡിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചതുരംഗ ഗെയിം ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെ ഇൻവെൻറ്റ് ചെയ്തത് ഈ ഒരു ടൈമിലാണെന്നാണ് പറയാറ്. അതിനുശേഷമുള്ള ലേറ്റ് മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഇൻവാൻഷൻസോട് കൂടിയിട്ടാണ് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നതും. അതിനുശേഷം നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടായതൊക്കെ തന്നെ ലേറ്റ് മെഡീവൽ പീരീഡിനോട് കൂടിയിട്ടാണ്. 16th സെഞ്ച്വറിയിലാണ് അവർ നമ്മുടെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റൊക്കെ തന്നെ നോർത്തേൺ ഇന്ത്യനെ റൂൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിനുശേഷം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മുസ്ലിം എംപയർ എന്ന് പറയുന്ന അവിടെ കോൺക്വയർ ചെയ്തിട്ട്, അതായത് പിടിച്ചടക്കി നിന്നിട്ട് പോലും ഹിന്ദുയിസം എന്ന് പറയുന്ന അവിടെ സർവൈവ് ചെയ്ത് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജയനഗര എംപയർ അതുപോലെ സൗത്തിൽ റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഒന്നാണ്. അതുപോലെ മുഗൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പവറായിട്ട് നിൽക്കുകയും ഒരു എല്ലാത്തിൻ്റെയും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുഗൾ എംപയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലാസ്റ്റ് മെഡീവൽ പീരീഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്കിത് തന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടൈം പീരീഡ് എന്നുള്ളതും ഈ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡാണ്, ഒരു പോസ്റ്റ് ക്ലാസിക്കൽ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ദ ഏർലി മെഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ ഫ്രം അറൌണ്ട് 600 CE to 1300 CE is between the early historical period and the medieval period. Historians agree that this phase had a unique identity and was different from the periods before and after it. അപ്പോൾ നമുക്കറിയാം CE 600 മുതൽ CE 1300 വരെയുള്ള ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു ചരിത്ര കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ പറയുന്നത് കേട്ടോ. അതായത് അതിനു മുൻപും അതിനു ശേഷം വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ചരിത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതും അതുപോലെ തുടർച്ചകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മെഡീവൽ കാലഘട്ടത്തിൻ്റെ ഒരു പരിവർത്തനമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്ന ഒരു ആശയത്തെയൊക്കെ തന്നെ, ഒരു ഏകീകൃത മാതൃക എന്നുള്ള ആശയത്തെയൊക്കെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. ഇപ്പോൾ രാജവംശങ്ങൾ മാത്രമല്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന സുൽത്താനേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം, അതായത് ഒരു ഇത്തരത്തിലുള്ളൊരു രാജഭരണം അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു രാജവംശം കീഴടക്കിയത് മാത്രമല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും സാംസ്കാരിക വശങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്യൂഡലിസത്തിനെ കുറിച്ചിട്ടുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള ഡിബേറ്റ്സുകളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ BD ചത്തോപാധ്യായ എന്ന് പറയുന്ന
ഒരാൾ, അതായത് നമ്മുടെ ഒരു ഹിസ്റ്റോറിയൻ, ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം വിമർശിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മെഡീവൽ കാലഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മാർക്സിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രകാരന്മാർ ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാമൂഹികപരമായിട്ടുള്ള പ്രതിസന്ധികളാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ആദ്യകാലം ആയിരുന്നു, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറിൻ്റെയും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാഗരികതയുടെ ഒരു തകർച്ചയായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. So this period is seen as a transition to medieval era challenges the idea of single uniform pattern of historical developments. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ എല്ലാതും ഒരേപോലെ ഡെവലപ്ഡ് ആയിട്ട് പോകുന്ന, ഒരേപോലെ ചേഞ്ച്ഡ് ആയി പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു യൂണിഫോം പാറ്റേൺ അല്ല ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ ഫോളോ ചെയ്യുന്നത്. ചേഞ്ചസ് were seen not only in the dynasties but also in social, economic, political and cultural aspects. അപ്പോൾ ഡൈനാസ്റ്റീസ്, അതായത് രാജവംശം റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല, അതായത് കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ രാജവംശങ്ങളും പിടിച്ചടക്കലും അങ്ങനൊരു മാറ്റം മാത്രമല്ല ഈ ഒരു കാലഘട്ടം പറയുന്നത്. സോഷ്യലായിട്ടും ഇക്കണോമിക്കായിട്ടും പൊളിറ്റിക്കലുമായിട്ടും കൾച്ചറലായിട്ടുള്ള എല്ലാ തരത്തിലുള്ളൊരു ചേഞ്ചസും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. One major historical debate about feudalism focused on this period. അപ്പോൾ ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഡിബേറ്റ്സും ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ്സും ഉണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. B.D. ചതോപാധ്യായ ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് മച്ച് ക്രിട്ടിസൈസ്ഡ് പീരീഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഈ ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും മച്ചായിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു പീരീഡ് ആയിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ഒരു മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് എന്നാണ് B.D. ചതോപാധ്യായ പറയുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ സീ ഇറ്റ് ആസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഏർലി ഹിസ്റ്റോറിക്കൽ ഇന്ത്യൻ സിവിലൈസേഷൻ മാർക്ക്ഡ് ബൈ സോഷ്യൽ ക്രൈസിസ്. അപ്പോൾ വളരെയധികം ഇപ്പോൾ സോഷ്യൽ ക്രൈസിസ് മൂലമാണ് പലതരത്തിലുള്ള ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവുക. അങ്ങനെ ഇന്ത്യൻ സിവിലൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഏർലി ആയിട്ടുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നതും ഒരു സോഷ്യൽ ക്രൈസിസ് കാരണം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെഡീവൽ പീരീഡിലാണ് എന്നാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ another major issue historians disagree on it is the nature of political systems during that time. അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അക്കാലത്തെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സ്വഭാവമാണ്. All agree that the political system after 600 CE was different from before, but they do not agree on the reasons for this change. അപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. മുൻപ് നിലനിന്നിരുന്ന എല്ലാതരം സമ്പ്രദായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചിട്ടൊന്നും യാതൊരു തരത്തിലും ഒരു യോജിപ്പും അവിടെ കാണുന്നില്ല. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ആ ഒരു ടൈമിൽ. സോ ഈ ഒരു മെഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കാര്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇതെന്ന് പറയുന്നത്. അതായത് ഒരു കോൺഫ്രോണ്ടഡ് വിത്ത് അൺസ്റ്റേബിൾ ആൻഡ് ഫ്ലൂയിഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലായിട്ടുള്ള മെഡീവിയൽ കിങ്സ് ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ അവരുടെ ലാൻഡ് ടു ലോയൽ സബോർഡിനേറ്റ് റൂളേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നതും അതുപോലെ കോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഈ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കലും എക്കണോമിക് ആയിട്ടുള്ള പാറ്റേൺസിനെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓരോ ആളുകൾക്കും ഗവേൺ ചെയ്യാനുള്ള ടെറിട്ടറീസ് എന്ന് പറയുന്നതും ഒരു ഫ്യൂഡൽ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള കിങ്ഡംസ് 40 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെ എന്താണ്, ഈ ഓരോ സ്റ്റേറ്റും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചേഴ്സും ലാംഗ്വേജും റൈറ്റിംഗ് സിസ്റ്റംസും റിലീജിയൻസും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് കിങ്ഡംസ് ആയിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നൊരു ചോള കിങ്ഡം ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരു മോഡേൺ ഡേ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ എല്ലാ ഭാഗവും ശ്രീലങ്ക ആവട്ടെ, മലേഷ്യ ആവട്ടെ, ഇന്തോനേഷ്യ ആവട്ടെ, അങ്ങനത്തെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു നമ്മുടെ തമിഴ് ഹിന്ദു ചോള കിങ്ഡം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്.
അതായത് അവരുടെ ടെറിട്ടറി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക് ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര എംപയർ ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം പലതരത്തിലുള്ള മുഗൾസിൻ്റെ കേസും ഇസ്ലാമിക് എന്ന് പറയുന്ന ഗൺ പൗഡർ എംപയേഴ്സ് ആയിട്ട് മാറിയതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. R.S. ശർമ്മ അതുപോലെ B.N.S. യാദവ് പോലുള്ള ഒരുപാട് മാർക്സിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഡീവൽ രാഷ്ട്രീയ സമ്പ്രദായം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുകയും അതിനുശേഷം അത് ശിഥിലമാവുകയും ചെയ്തു എന്നാണ്. അതുപോലെ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കാരണത്തിൻ്റെ ഒരു വളർച്ചയിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. B.D. ചതോപാധ്യായ ഈ ഒരു കാലഘട്ടത്തെ മുൻപ് വളരെയധികം യുണൈറ്റഡ് ആയിട്ട് നിന്നുണ്ടായിരുന്ന ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം കൊളാപ്സ് ആയിപ്പോയി. നമ്മൾ അയൺ ഏജ്, സ്റ്റോൺ ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സിവിലൈസേഷൻ ഇല്ലാതാവുക, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ എന്നുള്ള രീതിയിൽ ഒരു മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇല്ലാതാവുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്യൂഡലിസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് മാത്രമല്ല, പകരം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലുടനീളം അദ്ദേഹം 3 കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അതായത് ഒരു there are 3 main processes throughout Indian history എന്നുള്ളതാണ്. എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ് സൊസൈറ്റീസ് ത്രൂ ലോക്കൽ സ്റ്റേറ്റ് ഫോർമേഷൻ, അതായത് പ്രാദേശിക സംസ്ഥാന രൂപീകരണത്തിലൂടെ ഒരു സമൂഹം എന്ന് പറയുന്നത് വിപുലീകരിച്ച് നിൽക്കുക. ദ ഇൻ്റഗ്രേഷൻ ഓഫ് ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് ഇൻ ടു പെസൻറ്റ് സൊസൈറ്റീസ്, ഗോത്രങ്ങളെയും പലതരത്തിലുള്ള ജാതികളെയും ഒക്കെ തന്നെ കർഷക സമൂഹത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ആൻഡ് അപ്രോപ്രിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ലോക്കൽ കൾച്ചർ, അതായത് ആരാധന രീതികൾ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് ഉപയോഗിക്കുകയാണ്, എല്ലാവരും സംയോജിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് R.S. ശർമ്മയും B.N.S. യാദവ് തുടങ്ങിയിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇത്തരം കാര്യങ്ങൾ മസ്റ്റായിട്ടും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്രിസ്തുവർഷം ഇന്നത് മുതൽ 600 മുതൽ 1300 വരെയുള്ള ഇന്ത്യയിലെ ഒരു മെഡീവൽ പീരീഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇതെന്ന് നമ്മൾ പറഞ്ഞത്. ചരിത്രകാരന്മാർ പലതരത്തിലുള്ള രീതിയിലാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് മധ്യകാലഘട്ടത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇറയായിട്ടാണെന്ന് പറയുന്നത്. അതുപോലെ സിവിലൈസേഷൻ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ R.S. ശർമ്മ, B.N.S. യാദവ് തുടങ്ങിയിട്ടുള്ള മാർക്സിസ്റ്റ് തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ 3 തരത്തിലുള്ള, ഇത് ഇന്ത്യൻ ചരിത്രത്തിലൂടെ 3 പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രാദേശികമായിട്ടുള്ള സ്റ്റേറ്റുകൾ രൂപീകരിക്കുന്നതിലൂടെ സംസ്ഥാനത്തിലെ ഒരു സമൂഹം എന്ന് പറയുന്നത് വിപുലീകരിച്ചു വന്നു. ഗോത്രങ്ങളെയും ജാതികളെയും ഒക്കെ തന്നെ പെസൻ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി. ഒരു ആരാധന രീതികളൊക്കെ തന്നെ വ്യത്യാസമായിട്ട് വന്നു, അതൊക്കെ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ വന്നു. ഇതൊക്കെയാണ് ഇതിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂഡലിസം ഡിബേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിബേറ്റ്സിനെ കുറിച്ചിട്ടാണ്, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അത് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. The study of feudalism in Indian history has been a subject of intense debate, drawing inspiration from European scholars like Henry Pirenne and Mark Bloch. അതായത് ഹെൻറി പിരേൻ അതുപോലെ മാർക്ക് ബ്ലോക്ക് തുടങ്ങിയ, അതായത് ബ്ലോച്ച് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ പണ്ഡിതരിൽ നിന്നിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ ചരിത്രത്തിലുള്ള ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെയധികം തീവ്രമായി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദ ഒറിജിനേറ്റഡ് ഫ്രം യൂറോപ്യൻ ഹിസ്റ്റോഗ്രഫി, യൂറോപ്യൻ ഹിസ്റ്റോഗ്രഫിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അവിടെ നിന്നാണ് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. Found its early assimilation in India through Colonel James Todd, who observed a parallel between India's social political structures and the lord-vassal relationship of medieval Europe. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ യൂറോപ്യൻ ഹിസ്റ്റോഗ്രഫിയിൽ നിന്നാണ് ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉത്ഭവിച്ചു എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു മെഡീവൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പ്രഭുക്കളുടെ ബന്ധങ്ങളുമായിട്ട് പലതരത്തിലുള്ള സമാനതകൾ നിരീക്ഷിക്കുകയാണ് ഉണ്ടാവുന്നത്. കേണൽ ജെയിംസ് ടോഡിൻ്റെ കൃതികളിലൂടെയും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആദ്യകാലത്തെ
ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കണ്ടെത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ ഘടനയും മധ്യകാല യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഭു ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള സമാനതകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേണൽ ജെയിംസ് ടോഡിൻ്റെ കൃതികളിലൂടെയാണ്. അതുപോലെ D.D. കൗസംബിനെ കുറിച്ച് പറയുന്നുണ്ട്. D.D. Kosambi, a prominent historian, contributed to this discourse by conceptualizing the growth of feudalism in India as a dual process emanating both from the state's top-down approach of granting land and rights from the grassroots level, where the individuals and small groups rose to power. അപ്പോൾ ഈ റോസംബി പറയുന്നതിനനുസരിച്ച് അദ്ദേഹം പ്രമുഖനായിട്ടുള്ളൊരു ഹിസ്റ്റോറിയൻ ആയിരുന്നു. ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡുവൽ പ്രോസസ്സിലൂടെയാണ്, അതായത് ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മുടെ ഭൂമിയും അവകാശങ്ങളും നൽകുന്ന ഭരണകൂടത്തിൻ്റെ മുകൾ തട്ടിലുള്ള സമീപനത്തിൽ നിന്നും നമ്മൾ താഴേക്കിടയിലുള്ള വ്യക്തികളും ചെറു ഗ്രൂപ്പുകളും അധികാരത്തിൽ വന്നു എന്നുള്ള രീതിയിൽ ഒരു തിരിഞ്ഞ രീതിയിലുള്ള ഡുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ കുറിച്ചിട്ടും, അതായത് ലാൻഡും കൊടുക്കുന്നു റൈറ്റ്സും അവർക്ക് കൊടുക്കുന്നുള്ള രീതിയിൽ, അതുപോലെ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസും സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നവർക്ക് പവർ ലഭിക്കുന്നു. അതാണ് D.D. കൗസംബി പറഞ്ഞിട്ടുള്ള ഒരു ഡുവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. According to Kosambi, this dynamic interplay between state and society facilitated the emergence of feudal structure in Indian history. അപ്പോൾ ഈ ഒരു കോസാംബിയുടെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടവും സമൂഹവും തമ്മിലുള്ള ഈ ഒരു പരസ്പര ബന്ധം എന്ന് പറയുന്നത്, അതായത് പവറിൻ്റെ കേസിലാവട്ടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇവർ തമ്മിലുള്ളൊരു പരസ്പര ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫ്യൂഡൽ സ്ട്രക്ചേഴ്സിൻ്റെ ആവിർഭാവത്തിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ D.D. കൗസാംബി പറയുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. പലതരത്തിലുള്ള ഇപ്പോൾ നമ്മുടെ ഫ്യൂഡലിസം എന്ന് പറയുന്നതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള കൺസെപ്ച്വലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ഡുവൽ പ്രോസസ്സ് പറഞ്ഞു, ടോപ്പ് ഡൗൺ ആയിട്ടുള്ള രീതിയിലും അതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള രണ്ട് പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഡൈനാമിക് ഇൻ്റർപ്ലേ എന്ന് പറയുന്നത് സ്റ്റേറ്റും സൊസൈറ്റിയും ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ഫ്യൂഡൽ സ്ട്രക്ചറിൻ്റെ എമർജൻസിന് കാരണമായി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി R.S. ശർമ്മ പറയുന്നതനുസരിച്ചിട്ട് ഹി വാസ് ആൻ അനദർ ഇൻഫ്ലുവൻഷ്യൽ ഹിസ്റ്റോറിയൻ, അതായത് അദ്ദേഹവും വളരെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്വാധീനമുള്ളൊരു ചരിത്രകാരനായിരുന്നു R.S. ശർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് കോണ്ടെക്ച്വലൈസ്ഡ് എ റൈസ് ഓഫ് ഫ്യൂഡലിസം വിത്തിൻ എ ബ്രോഡർ സൊസൈറ്റൽ ക്രൈസിസ് അറൗണ്ട് 4th century CE. അപ്പോൾ AD 4ാം നൂറ്റാണ്ടിലെ ഒരു വിശാലമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധിക്കുള്ളിൽ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയെ പറയുന്ന ഒരാളായിരുന്നു R.S. ശർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സാമൂഹിക പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം അതിനെ പറയുന്നത്. ഒരു കോണ്ടെക്ച്വലൈസ്ഡ് എന്നാണ് അതിന് പറയുന്നത്, അതായത് സന്ദർഭോചിതമായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശർമ്മ ആർഗ്യൂഡ് ദാറ്റ് ദിസ് ക്രൈസിസ് പ്രോംപ്റ്റഡ് റൂളേഴ്സ് ടു ഗ്രാൻഡ് ലാൻഡ് ടു റിലീജിയസ് ആൻഡ് സെക്യുലർ ഒഫീഷ്യൽസ് ലീഡിങ് ടു എ ക്രിയേഷൻ ഓഫ് ലാൻഡഡ് ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ മതപരവും അതുപോലെ മതേതരവുമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകാൻ വേണ്ടിയിട്ട് ഭരണാധികാരിയെ പ്രേരിപ്പിച്ചുവെന്നും ഇത് ഇടനിലക്കാരെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചുവെന്നാണ് ശർമ്മ പറയുന്നത്. അതായത് ഇപ്പോൾ അന്നത്തെ റൂളേഴ്സ് എന്ന് പറയുന്നത് ലാൻഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ റിലീജിയസും അതുപോലെ സെക്യുലർ ആയിട്ടുള്ള ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് ലാൻഡഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറീസിലേക്ക് നയിച്ചു. ഹി ഫർദർ ലിങ്കഡ് പെസൻറ്റ് പ്രൊട്ടസ്റ്റ് സച്ച് എസ് കൈവാർഥ്യ റിബലിയൻ ഇൻ ബംഗാൾ. അതായത് ബംഗാളിലെ കൈവർഥ്യ കലാപം എന്ന് പറയുന്നത് ഒരു കർഷക പ്രതിഷേധമാണ്. അതായത് ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യലും അതുപോലെ സാമ്പത്തികവുമായിട്ടുള്ള ഒരു പരിവർത്തനവുമായിട്ടാണ് അദ്ദേഹം ഇത് കൂടുതൽ ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കൈവർഥ്യ കലാപം എന്ന് പറയുന്നത് ബംഗാളിൽ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കർഷക പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു R.S. ശർമ്മ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ഹിസ്റ്റോറിയൻ ആയിരുന്നു. ഫ്യൂഡലിസം എങ്ങനെയാണ് റൈസ് ആയത് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് കോണ്ടെക്ച്വലൈസ് ചെയ്യുകയാണ്, അതായത് സന്ദർഭോചിതമായിട്ട് പറയുകയായിരുന്നു ശർമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റലായിട്ടുള്ള പലതരത്തിലുള്ള ക്രൈസിസ് എന്ന് പറയുന്നു 4th century CE ഉണ്ടായിരുന്ന ആ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഇതിന് ഫ്യൂഡലിസത്തിൻ്റെ റൈസിന് കാരണമായി എന്നും പലതരത്തിലുള്ള റൂളേഴ്സ്
ഈ ലാൻഡൊക്കെ തന്നെ റിലീജിയസും സെക്യുലർ ആയിട്ടുള്ള ഒഫീഷ്യൽസിന് കൊടുക്കുകയും ആ ഒരു കൊടുക്കുന്നതിലൂടെ പലതരത്തിലുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്, അതായത് ലാൻഡഡ് ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഉദയത്തിന് കാരണമായെന്നും അതും ഒരു എന്താണ് ഇത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ്, ഫ്യൂഡലിസത്തിൻ്റെ ഇൻഫ്ലുവൻസിന് കാരണമായി എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ however the Indian feudalism thesis in Indian history has not been without its critics. അതായത് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ പലതരത്തിലുള്ള തിയറീസ് പറയുമ്പോഴും അതിന് വിമർശകരില്ലാതെയല്ല. അതായത് ചില പണ്ഡിതന്മാർ, അതായത് ഇത്തരത്തിലുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ മാർക്സിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർപ്രറ്റേഷൻസിനെയൊക്കെ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. Some scholars challenged the Marxist interpretation of feudalism, emphasizing distinction between landlordism and tenancy and feudalism in the Indian context. അതായത് ഈ സ്കോളേഴ്സ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ഫ്യൂഡലിസത്തിനെ വളരെയധികം ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഒരു ലാൻഡ് ലോഡും, അതായത് നമ്മുടെ ഭൂപ്രഭുത്വം, അതുപോലെ കുടിയാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു പശ്ചാത്തലം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്നത് ആ ഒരു ഫ്യൂഡലിസത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള നേച്ചറിൽ നിന്ന് വ്യത്യാസത്തിന് ഊന്നൽ നൽകുകയാണ്. അതായത് ശർമ്മയെ പോലുള്ള ആളുകൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭരണകൂടം, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അതിൻ്റെ ഒരു ഫലമായിട്ട് മാത്രമല്ല പറഞ്ഞത്, പലതരത്തിലുള്ള സമൂഹത്തിലുണ്ടായിരുന്ന അന്നത്തെ പ്രതിസന്ധികളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇവരും പറയുന്നത്, ഭൂപ്രഭുത്വം കുടിയാൻ എന്നുള്ള രീതിയിലുള്ള വ്യവസ്ഥിതികളിലൂടെയാണ് ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് പറയുന്നുണ്ട്. ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആ ഒരു മേഖലകൾക്കപ്പുറത്തേക്ക് കൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള വശങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. ദ ഡിബേറ്റ്സ് ഓൺ ഫ്യൂഡലിസം എക്സ്റ്റെൻഡഡ് ബിയോണ്ട് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലംസ് to encompass its cultural aspects as well. Scholars explored how feudal hierarchies manifested in art, architecture, religious practices, including the Bhakti movements, shedding light on the ideological underpinning of feudal society. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കല, വാസ്തുവിദ്യ, ഭക്തി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മതാചാരങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ ഒരു ഫ്യൂഡൽ ശ്രേണികളിലേക്ക് പ്രകടമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ, അതായത് ഈ തിങ്കേഴ്സൊക്കെ തന്നെ ഇതിനെ പര്യവേഷണം ചെയ്യുകയും ഒരു ഫ്യൂഡൽ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, അതിൻ്റെ തിയറിയുടെ അടിത്തറയിലേക്കാണ് ഇതെല്ലാം തന്നെ പറയുന്നത്. അതായത് ഫ്യൂഡലിസം എന്ന് പറയുന്നതിൻ്റെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് ആണ് നമുക്കിതിലൂടെ കിട്ടാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ബിയോണ്ട് എക്കണോമിക് പൊളിറ്റിക്കൽ റിലേംസിൽ നിന്ന് മാറി പല ഫ്യൂഡൽ ഹൈറാർക്കീസ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആർട്ടും അതുപോലുള്ള ഇത്തരത്തിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയാണ്. ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ഓൾസോ എമേർജ്ഡ് ആസ് ഫോക്കൽ പോയിന്റ് ഇൻ കണ്ടൻഷൻ വിത്ത് ദ ഫ്യൂഡലിസം ഡിസ്കോഴ്സ്. അപ്പോൾ ഈ ഒരു വ്യാപാരവും അതുപോലെ നഗരവൽക്കരണവും ഒക്കെ തന്നെ ഫ്യൂഡലിസത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്ന ഉരുത്തിരിഞ്ഞു വരുന്നതിനുള്ളൊരു തർക്കത്തിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ്സ് ആയി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ സം ഹിസ്റ്റോറിയൻസ് ലൈക്ക് Dienza challenged the notion of trade decline and urban decay as causes of feudalism. അപ്പോൾ ഈ ഒരു ഫ്യൂഡൽ കാലഘട്ടങ്ങളെ കുറിച്ചിട്ട്, അതായത് ഫ്യൂഡലിസത്തിൻ്റെതായിട്ടുള്ള പല കാരണങ്ങൾ, അത് ഫ്യൂഡലിസം എമേർജ് ചെയ്യാനുള്ള പലതരത്തിലുള്ള കാരണങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വ്യാപാരത്തിൻ്റെ തകർച്ചയെയും നഗരത്തിൻ്റെ തകർച്ചയൊക്കെ പറയുന്നത്. അപ്പോൾ ഡിയൻസായെ പോലുള്ള ചില ചരിത്രകാരന്മാരെന്ന് പറയുന്നത് ഈ വ്യാപാരം എന്ന് പറയുന്ന ഡിക്ലൈൻ ആയതിലൂടെയും അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്ന ഡിക്ലൈൻ ചെയ്തതിലൂടെയാണ് ഫ്യൂഡലിസം എന്നൊരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്ന് പറയുന്ന ഒരു ആശയത്തെ, അല്ലെങ്കിൽ അതൊക്കെ ഫ്യൂഡലിസത്തിൻ്റെ കാരണങ്ങളാണ് എന്ന് പറയുന്ന ആശയത്തെയാണ് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത്. Others like B.D. Chattopadhyay presented evidence of urban development and flourishing trade during the early medieval period questioning conventional narratives. അപ്പോൾ ഈ ഒരു മധ്യകാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡിയൻസായ പോലുള്ള ചരിത്രകാരന്മാർ വ്യാപാരത്തിൻ്റെ തകർച്ചയും നഗരത്തിൻ്റെ തകർച്ചയൊക്കെ തന്നെ ഫ്യൂഡലിസത്തിൻ്റെ കാരണമാണെന്നുള്ള രീതിയിലുള്ള ആശയത്തെയൊക്കെ തന്നെ വെല്ലുവിളിച്ചപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നഗരവികസനത്തിൻ്റെയും അതുപോലെ വ്യാപാരം എന്ന് പറയുന്നത് അഭിവൃദ്ധി പ്രാപിച്ചു നിൽക്കുന്നതിൻ്റെയും ഒക്കെ തന്നെ തെളിവുകളാണ് B.D. ചതോപാധ്യായ എന്ത് ചെയ്യുന്നത് ആ ഒരു സമയത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ആഖ്യാനങ്ങളെയൊക്കെ തന്നെ B.D. ചതോപാധ്യായ എന്ത് ചെയ്യുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. അതായത്
ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം വ്യാപാരത്തിൻ്റെ തകർച്ചയും നഗരത്തിൻ്റെ തകർച്ചയാണെന്ന് പറഞ്ഞപ്പോൾ ബി ഡി ചത്തോപാധ്യായ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള തെളിവുകൾ കാണിച്ചു. അതായത് മധ്യകാലഘട്ടത്തിൽ നഗരം എന്ന് പറയുന്നത് വികസിച്ച് നിൽക്കുന്നതിൻ്റെയും വ്യാപാരം വളരെ അഭിവൃദ്ധി പ്രാപിച്ചു നിൽക്കുന്നതിൻ്റെയും തെളിവുകൾ കാണിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ആഖ്യാനങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തത്. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ചർച്ച എന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെയും അതിൻ്റെയൊക്കെ തന്നെ ഒരു വ്യാഖ്യാനം എന്ന് പറയാം. അതായത് അതിൻ്റെ ഒരു സങ്കീർണതയൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. യൂറോപ്യൻ മാതൃകകളിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് നമ്മളൊരു സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഘടനകളൊക്കെ തന്നെ പരിശോധിക്കുകയും നമ്മുടെ ചരിത്രകാരന്മാർ എന്ന് പറയുന്നത് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവാദത്തിൽ, അതായത് ഈ ഒരു ഡിബേറ്റിനകത്തേക്ക് ഉൾപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വേയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധാരണയെ തന്നെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ടോട്ടലായിട്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറിനാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. By drawing from European models and examining indigenous social political structures, historians have engaged in a nonsense discourse that continues to evolve, enriching our understanding of India's historical trajectory. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിബേറ്റ്സ് ഓൺ ദ നേച്ചർ ഓഫ് പൊളിറ്റി ഇൻ ഏർലി മെഡീവൽ ഇന്ത്യ. അപ്പോൾ ഈ ഒരു നേച്ചർ ഓഫ് പൊളിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം തന്നെ മെഡീവൽ ഇന്ത്യയിൽ ഒരു സബ്ജക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിബേറ്റിനുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്കോളേഴ്സ് പ്രപ്പോസിങ് ഡൈവേഴ്സ് സ്ട്രക്ചറൽ മോഡൽസ് ടു എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഈ ഒരു തരത്തിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തിങ്കേഴ്സും വൈവിധ്യപരമായിട്ടുള്ള ഈ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മോഡൽസ് ആണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നിലധികമുള്ള പ്രാദേശികമായിട്ട് നിലനിന്നിരുന്ന ശക്തികളുടെ അഭാവത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദിസ് പീരീഡ് വിറ്റ്നസ്ഡ് ദ എമർജൻസ് ഓഫ് മൾട്ടിപ്പിൾ റീജിയണൽ പവേഴ്സ് മേക്കിംഗ് എ ഡിപ്പാർച്ചർ ഫ്രം ദ സെൻട്രലൈസ്ഡ് പൊളിറ്റി ഓഫ് പ്രീ 600 CE ഇന്ത്യ. അതായത് ഈ ഒരു പീരീഡിലാണ് ഒരുപാട് തരത്തിലുള്ള റീജിയണൽ പവേഴ്സും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പൊളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് AD 600 മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അതായത് ഒരു പ്രാദേശികമായിട്ടുള്ള ശക്തികളുടെ ആവിർഭാവത്തിനാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാക്ഷ്യം വഹിച്ചത്. പലതരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാൽ കൂടി പലതരത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടാണ് തുടരുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് പൊളിറ്റി എന്ന് പറയുന്ന മെഡീവൽ ഇന്ത്യയിൽ, ഏർലി മെഡീവൽ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം പ്രാദേശിക ശക്തികൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ എമർജൻസിന് ആ ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു എന്നും, എന്നാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാത്തിനെയും യൂണിഫൈ ചെയ്തുകൊണ്ട് എല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വ്യതിചലിച്ചു എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി നിലവിൽ ഒരു 3 ഘടനാപരമായിട്ടുള്ള മാതൃകകളാണ് ഇന്ത്യയിലെ ആ മെഡീവൽ ടൈമിലുണ്ടായിരുന്ന ഇന്ത്യൻ രാജ്യങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺവെൻഷണൽ യൂണിറ്ററി മോഡൽ എന്ന് പറയുന്നത്, അതായത് പരമ്പരാഗത യൂണിറ്ററി മോഡൽ എന്നാണ് ഇതിന് പറയുക. ദിസ് മോഡൽ ഡിപ്പിക്സ് ദ ഏർലി മെഡീവൽ ഇന്ത്യൻ കിങ്ഡം ആസ് എ സ്ട്രോങ് ആൻഡ് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്സ് വിത്ത് എ റോബസ്റ്റ് സെൻട്രൽ ബ്യൂറോക്രസി. ഈ ഒരു മാതൃക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മെഡീവൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസി എന്നുള്ളത്. ബ്യൂറോക്രസി എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒഫീഷ്യൽസിൻ്റെ കൂട്ടമാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സെൻറ്റേർഡ് ആയിട്ടുള്ള ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അത് ശക്തവും കേന്ദ്രീകൃതവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൺവെൻഷണൽ യൂണിറ്ററി മോഡലിനകത്ത് ഇത് ഇന്ത്യൻ സാമ്രാജ്യത്തിൽ പറയുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസി സംവിധാനമായിരുന്നു കൺവെൻഷണൽ യൂണിറ്ററി മോഡലിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്യൂഡലിസം മോഡലാണ്. ഇന്ത്യൻ ഫ്യൂഡലിസം മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മാതൃക അനുസരിച്ചിട്ട് ആദ്യകാലത്തെ അല്ലെങ്കിൽ മെഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വികേന്ദ്രീകൃത ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ സവിശേഷതയായിരുന്നു. വികേന്ദ്രീകൃതം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ സവിശേഷതയായിരുന്നു. ഇവിടെ അധികാരം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള പ്രഭുക്കൾക്കിടയിൽ അല്ലെങ്കിൽ
ലോക്കൽ ലോഡ്സ് അല്ലെങ്കിൽ വാസൽസിൻ്റെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഫ്യൂഡലിസം മോഡൽ എന്ന് പറയുന്നത് ഏർലി മെഡീവൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് അതിലെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ലോഡ്സിലേക്കോ വാസൽസിലേക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പ്രാദേശികമായിട്ടുള്ള പ്രഭുക്കങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ലോഡ്സുകളുടെ ഇടയിലേക്കാണ് ഈ ഒരു പവർ എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സെഗ്മെന്ററി സ്റ്റേറ്റ് മോഡലാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ആദ്യകാലത്തെ മെഡീവൽ ഇന്ത്യൻ സാമ്രാജ്യത്തിൽ വളരെ ഒരു പരിമിതമായിട്ടുള്ള കേന്ദ്ര അധികാരത്തോടുള്ള പ്രാദേശിക കേന്ദ്രങ്ങൾക്കിടയിൽ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വേരിയസ് ലോക്കൽ സെൻറ്റേഴ്സ് വിത്ത് ലിമിറ്റഡ് സെൻട്രൽ അതോറിറ്റി. അതായത് ലോക്കൽ സെൻറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം പോകുന്നുണ്ട്, പക്ഷേ സെൻട്രൽ അതോറിറ്റിക്ക് ഇതിൻ്റെ മേളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ്. മുൻപത്തേൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡലിനകത്ത് സെൻട്രൽ ആണ് ഇവിടേക്ക് എല്ലാവിടേക്കും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. സെഗ്മെന്ററിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ അതോറിറ്റിക്ക് ഇതിനകത്ത് വലിയ രീതിയിലുള്ള പവർ ഇല്ല. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണുള്ളൂ. ലോക്കൽ സെൻറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പവർ കൂടുതൽ. സോ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഏർലി മെഡീവൽ പൊളിറ്റി ഈസ് ക്ലോസ്ലി intertwined with the socio-economic and cultural factors. The decline of political authority coupled with the social crisis led to the weakening of decentralized governance with the emergence of localized power structures. അപ്പോൾ ആദ്യകാലത്ത് ഈ ഒരു മെഡീവൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ടൊക്കെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ അധികാരം, പൊളിറ്റിക്കൽ പവറിൻ്റെ പലതരത്തിലുള്ള തകർച്ചയാവട്ടെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധികളാവട്ടെ, അവിടെ ഉണ്ടാവുന്ന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണത്തെ ദുർബലപ്പെടുത്തുന്നതിനും, അതുപോലെ ഈ ഒരു ലോക്കൽ ബോഡീസിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഓരോ പ്രദേശങ്ങളിലേക്ക് അധികാരം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും അവിടെ ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ആവിർഭാവത്തിനും ഒക്കെ തന്നെ ഇത് കാരണമായി. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഈ ഒരു സമീന്ദാർമാരൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ സമാന്ത സിസ്റ്റത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സമാന്ത സിസ്റ്റവും അതുപോലെ സെമീന്ദാർമാരും ഒക്കെ തന്നെ ഉയർന്നു വരികയും നൈബറിംഗ് കിങ്സ് എവോൾവ്ഡ് ഇൻ ടു വാസൽസ് റിഫ്ലക്റ്റിംഗ് ദ ഹൈയാർക്കിക്കൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അപ്പോൾ അവിടെ അയൽ രാജാക്കന്മാരൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ഹൈയാർക്കിക്കൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ, അതായത് ഒന്നിന് മേളിൽ ഒന്ന്, ഇപ്പം നമുക്കറിയാം ലാൻഡ് ലോഡ്സ് ഉണ്ടാവും, പെസൻസ് ഉണ്ടാവും താഴെ, അതിൻ്റെ മുകളിൽ ലാൻഡ് ലോഡ്സ് ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാവും, അതിനുശേഷം അതിൻ്റേതായിട്ടുള്ള ഒരു കിങ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 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 അതൊരു ശ്രേണിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയ ഘടനയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്നത്. അതുപോലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അവിടെ ആവശ്യമാണ്. ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്ന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതില്ലാത്തത് കൊണ്ട് ഈ ഒരു ഫ്യൂഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഒരു വിഭജനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്യൂഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും വിഭജനത്തിൽ മാത്രമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നും പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഉപഭൂഖണ്ഡത്തിലുടനീളം ഇത് വ്യാപകമായിരുന്നു എന്നുള്ളതാണ്. സോ ദ ഫ്യൂഡൽ പൊളിറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് പാരാമൗണ്ട് പവർ. അപ്പോൾ ഈ ഒരു പാരാമൗണ്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമോന്നതമായിട്ടുള്ള ഒരു ശക്തിനെയാണ് പറയുന്നത്. സിമ്പിളൈസ്ഡ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ, particularly in North India. However, proponents of Indian feudalism argue that this phenomenon was not limited to specific regions. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വാസ് വൈഡ് സ്പ്രെഡ് അക്രോസ് ദ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ് കോണ്ടിനെൻറ്റ് മുഴുവനായിട്ടും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ് സ്പ്രെഡ് ആയിട്ട് കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Critics challenge the Indian feudalism model, highlighting the limitations of its conceptual framework of explaining the political landscape. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് വിശദീകരിക്കുന്നതിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, വിമർശകർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാതൃകയെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഭജനം അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് സംഭാവനകളുടെ മാത്രം ഫലമല്ലെന്നും തീവ്രമായിട്ടുള്ളൊരു പ്രാദേശികവും അതുപോലെ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന രൂപീകരണ പ്രക്രിയകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ദേ ആർഗ്യൂ ദാറ്റ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ വാസ് നോട്ട് സോൺലി ഇൻ ദി റിസൾട്ട് ഓഫ് ലാൻഡ് ഡൊണേഷൻസ് ബട്ട് ഓൾസോ കോൺസിക്വൻസ് ഓഫ് ഇൻറ്റൻസീവ് ലോക്കൽ ആൻഡ് റീജിയണൽ സ്റ്റേറ്റ് ഫോർമേഷൻ പ്രോസസ്സ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള, അതായത്
ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് എത്രത്തോളം പൊളിറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും, അതുപോലെ ഇതിൻ്റെയൊക്കെ തന്നെ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെയൊക്കെ തന്നെ രൂപീകരണത്തിന് ഈ ഒരു കാര്യം എന്ന് പറയുന്നതിൻ്റെയൊക്കെ തന്നെ അനന്തരഫലമാണെന്നൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡിബേറ്റ് ഓൺ ദ നേച്ചർ ഓഫ് പൊളിറ്റി ഇൻ ഏർലി മിഡീവൽ ഇന്ത്യനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏർലി മിഡീവൽ ഇന്ത്യൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ആ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിബേറ്റ്സുകളാണ് പറയുന്നത്. അതിൻ്റെ 3 ഘടനാപരമായിട്ടുള്ള മാതൃകകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പരമ്പരാഗത യൂണിറ്ററി മോഡലും ഫ്യൂഡലിസത്തിൻ്റെയും അതുപോലെ തന്നെ സെഗ്മെൻ്ററി സ്റ്റേറ്റ് മോഡലൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാരാമൗണ്ട് ആയിട്ടുള്ള ഒരു പവർ ഇല്ലാത്തതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പല ക്രിട്ടിക്സും ഈ ഒരു ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ സൗത്ത് ഇന്ത്യ ദ പ്രസൻസ് ഓഫ് ലോക്കൽ സെൽഫ് ബോഡീസ് വിത്തിൻ മൊണാർക്കിയൽ സെറ്റ് ഓഫ് ചലഞ്ചസ് ട്രഡീഷണൽ ഫ്യൂഡൽ ഇൻ്റർപ്രിട്ടേഷൻസ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ദക്ഷിണേന്ത്യയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ രാജവാഴ്ച ആ ഒരു സംവിധാനത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള സെൽഫ് ഗവേൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യം എന്ന് പറയുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂഡൽ വ്യാഖ്യാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സെഗ്മെൻ്ററി സ്റ്റേറ്റ് തിയറി പ്രപ്പോസ് ആൻ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് എംഫസൈസിങ് ദ ലിമിറ്റഡ് ടെറിട്ടോറിയൽ സോവർണിറ്റി ഓഫ് കിങ്സ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ക്വാസി ഓട്ടോണോമസ് സെൻറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സെഗ്മെൻ്ററി സ്റ്റേറ്റ് സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു സെഗ്മെൻ്ററി സ്റ്റേറ്റ് സിദ്ധാന്തത്തിന് ഒരു ബദൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. രാജാക്കന്മാരുടെ പരിമിതമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പരമാധികാരവും അതുപോലെ തന്നെ അവർക്ക് സ്വയംഭരണം എന്ന് പറയുന്നത് വളരെ പകുതി മാത്രമുള്ള അർദ്ധ സ്വയംഭരണമായിട്ടുള്ള ഭരണ കേന്ദ്രങ്ങളുടെ ഒക്കെ തന്നെ നിലനിൽപ്പിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ദക്ഷിണേന്ത്യയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ സംവിധാനത്തിനുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. However, these model face scrutiny from a group of historians termed non-aligned historians who focus on structural development and changes within the state system. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ നോൺ അലൈൻഡ് ഹിസ്റ്റോറിയൻസ് എന്നാണ് അവരെ പറയുന്നത്. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സ്റ്റേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. They view the multiplicity of local and regional powers as the result of the extension of monarchical state societies into tribal and no-monarchical politics, perceiving early medieval polity is an integrative polity. അപ്പോൾ ഒരു സംയോജിത രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോൺ അലൈൻഡ് ഹിസ്റ്റോറിയൻസ് എന്താ പറയുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജവാഴ്ചയുള്ള ഒരു രാഷ്ട്ര സമൂഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗോത്രം അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെയൊക്കെ തന്നെ രാജവാഴ്ച ഇല്ലാതെ, അതായത് രാജാവിൻ്റെ അണ്ടറിലല്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് വ്യാപിപ്പിച്ചതിൻ്റെ ഒരു ഫലമായിട്ട്, അതായത് രാജവാഴ്ച ഇല്ലാത്ത തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഗോത്രമായിരിക്കാം, ഒരു ഗോത്ര സമൂഹമായിരിക്കാം, ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രാദേശികവും അല്ലെങ്കിൽ ഒരു ടോട്ടലായിട്ട് ആ ഒരു പ്രാദേശികമായിട്ടുള്ള ആ ഒരു റീജിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ അവിടെ ഉണ്ടാകുന്നു. ആ ഒരു പവർ, അപ്പോൾ അതെന്തും ആയിരിക്കാം, അപ്പോൾ അത് ഒരു സമൂഹമായിരിക്കാം, അല്ലെങ്കിൽ അതെന്തും ആയിക്കോട്ടെ, ആ ഒരു ശക്തി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള വൈവിധ്യമാണ് കാണാൻ വേണ്ടി പറ്റുക. രാജവാഴ്ചേതരയായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ, പ്രാദേശികമായിട്ടുള്ള ഒരു ശക്തി അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതും മധ്യകാല രാഷ്ട്രീയത്തെ ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ രാജവാഴ്ച മാത്രമല്ല മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള രാജവാഴ്ച എതിരെയായിട്ടുള്ള, അതായത് അങ്ങനെ അല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റീവ് പൊളിറ്റി അല്ലെങ്കിൽ സംയോജിത രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. അങ്ങനെ മെഡീവൽ ഇന്ത്യയിലെ
രാഷ്ട്രീയമായിട്ടുള്ളൊരു കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ രൂപീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു സങ്കീർണ മനോഭാവമുള്ള തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടം അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ ആവട്ടെ ഗോത്ര സമൂഹങ്ങളുടെ ആവട്ടെ എന്തും ആയിക്കോട്ടെ ഒരു പവർ അവിടെ ഉണ്ടായിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹിക ഘടനയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വൈവിധ്യമാർന്ന അതുപോലെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചലനാത്മകതയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടുള്ള വളരെ നല്ല ഉൾക്കാഴ്ചകൾ നൽകുന്നു. എന്നിരുന്നാലും ഇതൊക്കെ തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതും അതുപോലെ ഇതിനെക്കുറിച്ചുള്ള തിയറീസും കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും വളരെയധികം പരിശോധനയ്ക്കും അതിന് വീണ്ടും അത് അവലോകനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ഒക്കെ തന്നെ ആവശ്യമാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അവലോകനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അത് വിധേയമായി തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല, ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേട്ട് മനസ്സിലാക്കി വെക്കുക, ഇതൊന്നും കാണാണ്ട് പഠിക്കണ്ട. അപ്പോൾ ഈ ഒരു ഇൻ്റർപ്രറ്റിംഗ് ഏർലി മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഫ്യൂഡലിസത്തെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ആളുകൾ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിബേറ്റ്സ് ഓൺ നേച്ചർ പൊളിറ്റീനെ കുറിച്ചിട്ട്, അപ്പോൾ നേച്ചർ ഓഫ് പൊളിറ്റീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളാണ്, നോട്ട്സ് 1ഉം 2ഉം തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി 1 ഒക്കെ നിങ്ങൾ പഠിച്ചൊരു ഓർമ്മയിൽ വേണം ഇന്ത്യൻ ഹിസ്റ്ററി 2ലേക്ക് വരാൻ. എല്ലാത്തിൻ്റെയും ഒരു ഓർമ്മ പുതുക്കലാണ്. ഒരുപാട് നമുക്ക് മലയാളീകരിച്ച് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു രാജവംശം റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോഴും സങ്കീർണതകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും. അപ്പോൾ എല്ലാം നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഇംഗ്ലീഷ് നോട്ടുകളും മലയാളം നോട്ടുകളും വളരെ കൃത്യമായി വായിച്ചു നോക്കുക. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു വോയിസ് നോട്ട് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ അത് കേട്ട ശേഷം നിങ്ങൾ വീണ്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വായിക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിലൂടെയാണ് പല പല ടേംസ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടേംസിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ നോൺ അലൈൻഡ് ഹിസ്റ്റോറിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ സെഗ്മെൻ്ററി സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പറയുമ്പോൾ ഒരു കോംപ്ലക്സിറ്റീനെ കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നോൺ മൊണാർക്കിയൽ പൊളിറ്റിക്സ്, ട്രൈബൽ, ഇൻറ്റഗ്രേറ്റീവ് പൊളിറ്റി എന്നൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക.